മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുമ്പളപ്പം ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇനി മോഹിനി മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പം അതിൽ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർക്കണമെന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ അത് മുൻകൂട്ടി കരുതി തന്നെ ആ വൈദ്യരെ കണ്ട് കരുണയുടെ കുഞ്ഞ് പോയ അതേ ഒരു മരുന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മോഹിനി കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി വാങ്ങുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഒരു അമ്മയാണോടി? ഒരു ആണിനെ ചതിച്ചിട്ട് പോയ അവളെ നീ ഇതുപോലെ സംരക്ഷിച്ച് നിർത്തണേ. നീ ഒരമ്മയാണെങ്കിൽ അവൾക്ക് ഇതുപോലെയൊന്നും ഉണ്ടാക്കി കൊടുക്കൂല. കണ്ണമ്മോൻ എന്ത് പാവമായിരുന്നു, അവൻ അവളെ വിശ്വസിച്ചല്ലേ ഉള്ള സ്വത്തൊക്കെ അവൾക്ക് എഴുതി കൊടുത്തത്. എന്നിട്ട് അവളെ ചതിച്ച് വേറെ ആരുടെയോ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കണ അവൾക്ക് പലഹാരമായിട്ട് പോകാൻ നിനക്ക് നാണമില്ലേടി എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട്, അതിന് എൻ്റെ കുഞ്ഞ് ആരെയും ചതിച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ആരാടിയ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പം അതിനിത്ര ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞ് ജനിക്കട്ടെ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനും വന്നോളൂ എന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അപ്പം നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയല്ലേടി, എന്തായാലും നല്ല അമ്മയാ, മോൾക്ക് അഭിഹിതത്തിന് സപ്പോർട്ട് നിൽക്കണേന്ന് പറയുന്ന സമയത്ത് ഈ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പം സന്തോഷിക്കുന്നില്ലേ, അതിൻ്റെ ഇരട്ടി നിങ്ങൾ സങ്കടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ മോള് ആരും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. കണ്ണൻ മോൻ്റെ കുഞ്ഞ് തന്നെയാണ് എൻ്റെ മോളുടെ വയറ്റിലുള്ളത്. അതുമാത്രമല്ല, പ്രസവം കഴിയുന്ന വരെയും അത് ഞങ്ങളെല്ലാവരും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതാണ്. അത് മറ്റൊന്നിനുമല്ല, എൻ്റെ മോള് ഒരു കുഴപ്പമില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകണം. ഇനിയിപ്പോൾ അത് കണ്ണൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ആ കുഞ്ഞിനെയും കണ്ണനെയും കൊല്ലാൻ നോക്കും. അത് പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും മോളുടെ പ്രസവം കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടി നീ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നിങ്ങളൊരു അമ്മയായിട്ട് പോലും എത്ര മോശമായിട്ടാണ് ലക്ഷ്മി മോളെ കുറിച്ച് അമ്മ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നെ മോശമായിട്ടല്ലാണ്ട് നല്ലത് പറയാൻ വേണ്ടി അവൾ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ ഓടിയെന്ന്. ഇത് കേട്ടതും ഞാനിനി മറുപടി ഒന്നും പറയണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണേനെയും ദുർഗേനെയും അതുപോലെ സ്വാധീനമാണ്. കരുണയാണെങ്കിൽ ദുർഗയോടും സ്വാധീനമായിട്ട് പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞ് ഇന്നത്തോടുകൂടി ഇല്ലാണ്ടാവുന്നു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് മോളേന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് അമ്മ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പലഹാരമൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ പലഹാരത്തിൽ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് അവരുടെ കുഞ്ഞ് പോകാനുള്ള മരുന്ന് ചേർക്കുന്നുണ്ട്. അന്ന് അമ്മ മഞ്ജുവിൻ്റെ കുഞ്ഞ് പോകാൻ വേണ്ടി കൊടുത്ത ആ മരുന്നില്ലേ, ആ ഒരു മരുന്ന് തന്നെയാണ്. അത് മാത്രമല്ല, അന്ന് ആ മരുന്ന് അകത്ത് ചെന്നിട്ടാണ് എൻ്റെ കുഞ്ഞും പോയത്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതേതായാലും നന്നായി മോളെ, എന്തായാലും മോൾക്കന്ന് മറുമരുന്ന് കിട്ടിയതുകൊണ്ടല്ലേ മോളുടെ ജീവനെങ്കിലും രക്ഷപ്പെട്ടത്. ഇവൾക്കിനി മറുമരുന്നും കിട്ടാണ്ടാകുമ്പോൾ അവളും മരിച്ചു വെക്കോളൂ എന്ന്. അത് കേട്ടതും സ്വാതി പറയുന്നുണ്ട്, ആ മരുന്ന് കഴിച്ചാൽ കുഞ്ഞ് പോകുമെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പം, പിന്നില്ലാതെ അതിന് തെളിവല്ലേ നമ്മുടെ ഈ കരുണമോളെന്ന് ദുർഗ പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൻ വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും ദുർഗ പറയുന്നുണ്ട്, എടാ കണ്ണ, അവൾ നിന്നെ ചതിച്ചില്ലേ, അതിനവൾക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം. അതിന് നമ്മളുടെ കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ഇന്ന് മോഹിനി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന പലഹാരത്തിൽ വിഷം ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ കുഞ്ഞ് മരിച്ചു പോകും. അന്ന് കരുണമോള് കഴിച്ച അതേ മരുന്ന് തന്നെയാണ് അവൾക്ക് കൊടുക്കാനായിട്ട് കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും വാങ്ങി കൊണ്ടുവന്നേക്കുന്നത്. ആ വൈദ്യുതി പറഞ്ഞ പ്രകാരം ആ മരുന്നിന് മറുമരുന്ന് കിട്ടിയില്ലെങ്കിൽ ആൾ മരിച്ചും പോകും. പക്ഷേ സാവകാശമുള്ള മരണമായതുകൊണ്ട് ആരെയും സംശയിക്കൂല. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിന് കേസും പ്രശ്നമൊക്കെ വരില്ലേ എന്ന് ചോദിക്കുമ്പം, എന്ത് കേസ് വരാനാ കണ്ണേട്ടാ, ആ പലഹാരം കൊണ്ടുപോയി കൊടുക്കുന്നത് അമ്മയല്ലേ, അമ്മയായതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും സംശയിക്കില്ല. അവൾ ആ പലഹാരം മൊത്തം ഇഷ്ടത്തോടുകൂടി തിന്നും. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി അവരുടെ കുഞ്ഞെന്നുള്ള സ്വപ്നം പോയി കിട്ടുമെന്ന്. അത് കേട്ടതും കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവള് ഒരമ്മയാവാൻ പോയിട്ട് ഇവളുടെ കുഞ്ഞൊന്നും നഷ്ടപ്പെട്ടു പോയതാ. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് ഇവൾക്കറിയാം. എന്നിട്ടും ഇവള് മറ്റൊരമ്മയുടെ കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഇവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഒരു അത്ഭുതവും ഇല്ല. ഇനി ഇവൾക്ക് ഒരിക്കലും അമ്മയാവാനും സാധിക്കുമെന്ന് തോന്നണില്ല ഇവളുടെ ഈ മനസ്സ് വെച്ച്. പിന്നീട് വിചാരിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ രണ്ടാനമ്മ 2 മക്കളെ പ്രസവിച്ച സ്ത്രീയാണ്. സ്വന്തം മകൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനെ കളയാൻ നോക്കി. അന്ന് ശരിക്കും മഞ്ജുവിന് വിശേഷം ഉണ്ടായിരുന്നെങ്കിൽ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഉറപ്പായിട്ട് ഇവർ കളഞ്ഞേനെ. അന്ന് വിശേഷം ഇല്ലാതിരുന്നതുകൊണ്ടാണ് മഞ്ജു രക്ഷപ്പെട്ടത്. ഇതുപോലെയൊക്കെ ചിന്തിക്കണ ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
ആ സമയത്ത് സ്വാതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കണ്ണേട്ട, കണ്ണേട്ടന് കേട്ടിട്ട് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എല്ലാ ജീവനും വിലപ്പെട്ടതാ. ഓരോ ജീവനും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ ഈശ്വരനായിട്ട് അയാൾക്ക് കൊടുത്തോളൂ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാടാ മോനെ നിന്നെ അവൾ ചതിച്ചിട്ട് പോയത്. എന്തായാലും ഞങ്ങളങ്ങനെ ചിന്തിക്കാനൊന്നും തീരുമാനിച്ചു ില്ല. അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ ഞങ്ങൾ കൊടുക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കൂടി അടുക്കളയിൽ വന്നിട്ട് മോഹിനി എല്ലാ പലഹാരവും പാത്രത്തിലാക്കി വെച്ചേക്കണ കണ്ടിട്ട് പറയുന്നുണ്ട്, അവൾ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടടാ, എന്നാലും അവൾക്കൊരു ഒരു തൊലിക്കെട്ടി സമ്മതിക്കണോടാ. ഇത്രയും നാണക്കേട് വരുത്തിയ ഒരു മോളെ പലഹാരമായിട്ട് കാണാൻ പോകാൻ അവൾക്ക് ഒരു നാണവും ഇല്ലല്ലോടാ. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. വേറെ ഏതൊരു അമ്മയാണെങ്കിലും ഇങ്ങനെ ചെയ്ത മോളുടെ പുറകെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഇവളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണോടാ പ്രതാപമെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല അമ്മേ. ഇനി ആ കുഞ്ഞിൻ്റെ ആരാന്നുള്ള കാര്യം ഈ മോഹിനിക്കും അറിഞ്ഞായിരിക്കും. ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ വരുമെന്നല്ലേ മോഹിനി പറഞ്ഞതെന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതേടെ പ്രതാപ, പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അച്ഛൻ വരുമെന്ന് തന്നെയാണ് മോഹിനിയും പറയണം. എന്തായാലും അത് ആരാന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, ആ കുഞ്ഞിനെ തന്നെ ഇല്ലാണ്ടാക്കിയാൽ മതി. എന്തായാലും അവൾ വരുന്നതിന് മുമ്പ് ആ പലഹാരത്തിലൊക്കെ ഈ മരുന്ന് തേച്ച് വയ്ക്കാമെന്ന്. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, അമ്മ പെട്ടെന്നൊരു പാത്രം ഇങ്ങോട്ട് എടുത്തേ, ഈ മരുന്ന് ആ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം പലഹാരത്തിക്കടെയൊക്കെ തേച്ച് വയ്ക്കാൻ. ഇവൾ കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് അവൾ ഒരിക്കലും സംശയിക്കില്ല. ഒരു സംശയമില്ലാതെ അമ്മ കൊണ്ടുപോയി കൊടുക്കുന്ന പലഹാരം മോള് കഴിക്കുകയും ചെയ്യും. അതോടുകൂടി അവരുടെ കുഞ്ഞ് പോവുകയും ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവർ ഈ മരുന്ന് ചേർക്കണ കാര്യമൊക്കെ പറയണത്. അത് കേട്ടതും മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കരണമോളുടെ കുഞ്ഞ് പോയി, അതും അച്ഛനും മുത്തശ്ശിയും കാരണം. ഇനിയിപ്പോൾ ലക്ഷ്മി മോളുടെ കുഞ്ഞിനെയും കളയാനാണ് ഇവർ നോക്കുന്നത്. ഇവരൊക്കെ മനുഷ്യന്മാരാണോ? സ്വന്തം മോളുടെ കുഞ്ഞ് പോയപ്പോൾ ഇവർക്കുണ്ടായ വിഷമം തന്നെയല്ലേ ലക്ഷ്മി മോളുടെ കുഞ്ഞ് പോയാൽ ലക്ഷ്മിക്കും ഉണ്ടാവണത്. അതൊന്നും ഇവർ വിചാരിക്കണില്ലല്ലോ. എന്തായാലും ഞാൻ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, അവർ സന്തോഷിക്കട്ടെ, ഞാൻ ഈ പലഹാരമായിട്ട് തന്നെ മോളുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പ്രതാപൻ്റെ അമ്മയും പലഹാരത്തിലൊക്കെ മരുന്ന് തേച്ച് വെച്ചിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞതും നമ്മളുടെ മോഹിനിയാണ് അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്ന് പലഹാരമൊക്കെ എടുത്ത് സഞ്ചിയിലാക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോഹിനി ഇത്രയാണോടി കൊണ്ടുപോകണോളൂ, ഇനി കൂടുതൽ പലഹാരമൊന്നും വേണ്ടേടിയെന്ന് ചോദിക്കുമ്പം ഇപ്പം തൽക്കാലം ഇത് മതി അമ്മ, ഇത് മോള് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത പലഹാരം കൊണ്ടുപോയാൽ മതിയല്ലോ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ പലഹാരം കഴിച്ച് കഴിയുമ്പോഴേക്കും നിൻ്റെ മോള് പരലോകത്തെത്തും, പിന്നെ നീ വേറെ പലഹാരമൊന്നുമായിട്ട് പോകേണ്ട കാര്യമില്ലടിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോൺ എടുത്തതും എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് തൻ്റെ അമ്മ പലഹാരമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയണം. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എങ്ങനെ ഇത് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം, ഇവിടെ എൻ്റെ രണ്ടാനമ്മയും തൻ്റെ അനുജത്തിയും സ്വാതിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ആ പലഹാരത്തിൽ തൻ്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും ചേർന്ന് കുഞ്ഞിനെ കളയാനുള്ള മരുന്ന് ചേർത്തിട്ടുണ്ട്. ഓ കണ്ണേട്ട, സത്യമാണോ കണ്ണേട്ടൻ പറയണമെന്ന് ചോദിക്കുമ്പം, പിന്നെ സത്യമല്ലാതെ കണ്ണേട്ടനോട് ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, എൻ്റെ രണ്ടാനമ്മയാണ് പറഞ്ഞത്. അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, തൻ്റെ കുഞ്ഞ് ഇന്നത്തോടുകൂടി പോകുമെന്നും പറഞ്ഞ്. അതുകൊണ്ട് താൻ എന്തായാലും അമ്മ കൊണ്ടുവരുന്ന പലഹാരമൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല കണ്ണേട്ട, പക്ഷെ പാവം അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതെല്ലാം ഉണ്ടാക്കിയത്, എന്നിട്ട് ഇവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ സഹിക്കും. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, നമുക്ക് അമ്മയായിട്ട് അവിടെ വെച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് കണ്ണൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ പോകാനിറങ്ങുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടാ മോനെ പോകണമെന്ന് ചോദിക്കുമ്പം, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണമെന്നും പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, അമ്മ ഇന്ന് പലഹാരമായിട്ട് വരുന്നുണ്ട്, പക്ഷേ ആ പലഹാരം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ പലഹാരത്തിൽ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർത്തിട്ടുണ്ടെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നതും ഇന്നാ മോൾക്ക് ഇഷ്ടപ്പെട്ട കുമ്പിളപ്പം അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മേ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്, അമ്മ അത് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം, മോളെ ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ അവർ വിഷം ചേർത്ത അപ്പം അല്ല ഞാൻ കൊടുക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ കുറച്ച് മോൾക്ക് കൊണ്ടുവരാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു, പക്ഷെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വച്ചേക്കണതാന്ന് വിചാരിച്ചിട്ട് അവരതിൽ വിഷം ചേർത്ത് വച്ചേക്കണത്. ശരിക്കും അതിന് കഴിക്കാൻ പോകുന്നത് അമ്മയും മോനും കൂടെ കൂടിയാണ്. അത് കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ എന്നാലും ഇതിലെങ്ങാനും ചേർത്തിട്ടുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇതുണ്ടാക്കിയ പാടെ ഞാനെടുത്ത് മാറ്റി വെച്ചതാണ്, മോള് ധൈര്യമായിട്ട് കഴിച്ച ഒരു കുഴപ്പമില്ലാന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്.
കണ്ണനെ കണ്ടതും മോഹിനി കണ്ണൻ്റെ അടുത്തേക്ക് എന്നിട്ട് ആ മോൻ വന്നോ, ഞാൻ കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, മോനക്കും കൂടി കഴിക്കാനാണ് കൊടുന്നേക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അമ്മേ അത് കഴിക്കാൻ പാടില്ല, അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഇല്ല മോനെ, ഞാൻ കൊണ്ടുവന്നേക്കണേൽ ഒരു വിഷവും ഇല്ല, അവർ വിഷം ചേർത്ത പലഹാരമൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മോൾക്കുള്ള പലഹാരം എടുത്ത് മാറ്റി വെച്ചായിരുന്നു. ബാക്കി ഇരുന്ന പലഹാരത്തിൽ അവർ വിഷം ചേർത്ത് വെച്ചേക്കണേ, അതിന് അമ്മയും മോനും കൂടി കഴിക്കട്ടെ എന്ന്. ഈ സമയത്ത് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കണ്ണേട്ട ഇപ്പം കണ്ണേട്ടനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ കണ്ണേട്ടൻ സൂക്ഷിക്കണം, സത്യങ്ങൾ എപ്പോഴെങ്കിലും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ്റെ ജീവൻ എടുക്കാനും അവർ മടിക്കില്ല. ആ സമയത്ത് കണ്ണൻ അത് കേട്ട് ശരിയാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.